ഓക്കെ, നമുക്ക് അർച്ചനയിലേക്ക് പോയാലോ? അർച്ചന ഏതായിട്ടും അവതരിപ്പിക്കുന്നത്? നമ്മുടെ റിപ്പോർട്ടർ അർച്ചനയാണ്. അർച്ചന നിരവധി ഐറ്റങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ വേദിയിൽ നിന്ന് ഓരോ വേദിയിലേക്ക് ചാടി ചാടി ഓടി പോയി. അതെ, എല്ലാ ഐറ്റത്തിലും ഇപ്പൊ മാസ്റ്ററാണ്. ഏത് ഐറ്റത്തെ കുറിച്ച് ചോദിച്ചാലും കൃത്യമായിട്ട് നിശാഗന്ധിയിലുണ്ട്. നിശാഗന്ധിയിൽ അർച്ചന, ഗുഡ് മോർണിംഗ്. നിശാഗന്ധിയിൽ എന്താ പരിപാടി? ശരത്, നിശ, ഗുഡ് മോർണിംഗ്. നിശാഗന്ധിയുടെ ഒരു വൈബൊക്കെ ആസ്വദിച്ച് ഞങ്ങൾ ഇങ്ങനെ നിൽക്കുകയാണ്. ഒരു ഭാഗത്ത് ആരോഗ്യം നോക്കുന്നവർ നടക്കുന്നുണ്ട്, മറുഭാഗത്ത് നമ്മളെ കുട്ടികൾ മത്സരാർത്ഥികൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ മൊത്തം തിരുവനന്തപുരം വൈബാണ്. ഏതായാലും വലിയൊരു പോരാട്ടത്തിലേക്ക് നമ്മൾ കടന്നിരിക്കുന്നു. തിരുവനന്തപുരത്തിൻ്റെ വൈബിനൊപ്പം തിരുവനന്തപുരത്തിൻ്റെ വൈബിനൊപ്പം ഇഞ്ചോടിഞ്ചുള്ളൊരു പോരാട്ടം കപ്പിനായി തുടരുകയാണ്. കാരണം ഇപ്പോൾ പോയിന്റ് പട്ടികയിൽ നോക്കുകയാണെങ്കിൽ കണ്ണൂരാണ് മുന്നിൽ 713 അതിന് തൊട്ട് താഴെ തൃശ്ശൂരും കോഴിക്കോടും ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ്. അങ്ങനെ മൊത്തത്തിൽ ഓളമായി കഴിഞ്ഞു. ഇനി ഒരു ദിവസം കൂടി മാത്രമാണ്, 4ാമത്തെ ദിവസമാണ്. എന്തായാലും നമുക്കതിൻ്റെ ഒരു വിഷമമുണ്ട്. കാരണം കലോത്സവം അവസാനിക്കാൻ പോവുകയാണ്. തിരുവനന്തപുരത്തിൻ്റെ ഒരു വൈബ് ആസ്വദിച്ചൊക്കെ വരുന്നതേ ഉള്ളൂ. അപ്പോഴേക്കും കലോത്സവം കഴിയാൻ പോവുകയാണെന്നുള്ളൊരു വിഷമമുണ്ട്. എങ്കിൽ പോലും നമ്മളെ മത്സരാർത്ഥികൾ തകർക്കുകയാണ്. അവർ ആവേശത്തിന് ഒട്ടും കുറവില്ല. ഇപ്പോൾ നമ്മളുള്ളത് നിശാഗന്ധിയിലാണ്. ഇവിടെ പ്രധാനമായും നടക്കാനുള്ളത് ഇരുള നൃത്തമാണ്. നമുക്കറിയാം, വയനാടിൻ്റെ ഒരു പ്രത്യേക കലാരൂപമാണ്. അപ്പോൾ അത്തരത്തിൽ ഗോത്ര വിഭാഗങ്ങളുടെ ഒരു കലാരൂപം കൂടി ഇത്തവണ കലോത്സവത്തിൽ പങ്കെടുപ്പിച്ചതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അതുതന്നെയാണ് ഒരു ചരിത്ര നേട്ടമായി അടയാളപ്പെടുത്താൻ പോകുന്നതും. എന്തായാലും ഒരുപാട് കുഞ്ഞുങ്ങളാണ് ഇന്ന് മത്സരിക്കാൻ പോകുന്നത്. വിവിധ ഗ്ലാമർ ഇനങ്ങൾ മറ്റ് വേദികളിലുണ്ട്. 2ാം വേദിയിൽ ഇത്തരത്തിൽ കുച്ചിപ്പുടി, അതുപോലെ 1ാം വേദിയിൽ മോഹിനിയാട്ടം തുടങ്ങി പലതരം ഇനങ്ങളാണ് ഇനി പ്രധാനമായും വരാനുള്ളത്. എന്തായാലും ഇപ്പോൾ ഇവിടെ നമ്മൾ രാവിലെ വന്നപ്പോൾ കാണുന്നത് ഇവിടെ ഇരുള നൃത്തം അവതരിപ്പിക്കാൻ ഒരുപാട് കുട്ടികൾ ഒരുങ്ങി നിൽക്കുന്നതാണ്. അവരുടെ പ്രാക്ടീസൊക്കെയാണ് നമ്മൾ കാണുന്നത്. നിങ്ങൾ എവിടുന്ന് വരുന്നവരാ? ആലപ്പുഴ നാരസമാജം. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു നൃത്ത കലാരൂപം അല്ലേ? എങ്ങനെ, വലിയ പ്രതീക്ഷയിലാണ്? അതെ, നല്ല പ്രതീക്ഷയിലാണ്. നമുക്കൊന്ന് കാണിച്ചു തരാമോ എങ്ങനെയാ ഇതൊന്ന്? അപ്പോൾ എന്തായാലും അവർ നമുക്ക് വേണ്ടി 2 സ്റ്റെപ്പ് ഇടാന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും തകർത്തിരിക്കുകയാണ് വേദിയിൽ. ഇതിലും തകർക്കാൻ പോവുകയാണ് അല്ലേ? എന്താണ് ഇതിന്റെ പ്രത്യേകത? ആദ്യമായിട്ട് വരുന്നൊരു കലാരൂപമാണ്. അട്ടപ്പാടിയിടാന്നറിയാം. ബാക്കി എന്താണ് ഇതിന്റെ പ്രത്യേകത? ബാക്കി ഇതാണെങ്കിൽ അവർ കൃഷി, വിവാഹം അതിനോടൊക്കെ അനുബന്ധിച്ച് കളിക്കുന്നതാണ്. നമുക്കും ആദ്യമായിട്ടാണ്, ഇത് ആദ്യമായിട്ടുള്ള ഒരു ഗോത്ര വിഭാഗമാണ്. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. ആരാണ് നിങ്ങളിത് പഠിപ്പിക്കുന്നത്? ഇതിനെക്കുറിച്ചൊക്കെ അറിയാമായിരുന്നോ? ഞങ്ങൾക്ക് പഠിപ്പിക്കാൻ അട്ടപ്പാടിയിൽ നിന്ന് തന്നെ ഒരു ചേച്ചി വരുന്നുണ്ട്, അനുപ്രശോഭിനി. അപ്പോൾ ഞങ്ങൾക്ക് ജൂൺ തൊട്ടുള്ള പ്രാക്ടീസ് തന്നിട്ടുണ്ട്. അപ്പോൾ അതിന് അടിസ്ഥാനത്തിലാണ് വയനാടിന്റെ തനത് കല. അത് ഇത്തവണ ഗോത്രകലകളാണല്ലോ ഈ പ്രധാന കലോത്സവത്തിന്റെ പ്രധാന ഹൈലൈറ്റ് എന്ന് പറയുന്നത്. 5 തരത്തിലുള്ള ഗോത്രകലകളാണ്. അതില് ഉരുളായി നൃത്തമാണ് നമ്മൾ കണ്ടത്. അർച്ചന വളരെ ഇൻവോൾവ് ആയിട്ട് അവരോട് സംസാരിക്കുന്നു, അവരുടെ ചൂടുകൾ കണക്ക് മനസ്സിലാക്കുന്നു, അവരോട് സംസാരിക്കുന്നു. പക്ഷെ അവിടെ നിന്ന് മെല്ലെ ഞങ്ങൾ സ്കൂട്ടായി. വെറുതെ കൊണ്ടല്ല അർച്ചന, ഒരുപാട് ആളുകൾ, ഒരുപാട് വാർത്തകളൊക്കെ നമ്മുടെ മുമ്പിൽ.